ക്രിസ്തുവിലുള്ള എല്ലാ സഹോദരന്മാർക്കും സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവരിഡേയിലേക്ക് സ്വാഗതം. അതെ, സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ മലയാളികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് വളരെ പരിചിതമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. എന്നാൽ അധികമാരും ഗൗരവമായി ചർച്ച ചെയ്യാത്തൊരു കാര്യം. ശരിയാണ്. നമ്മളിൽ പലരുടെയും വീടുകളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. പ്രായമായവരുടെ ഏകാന്തത. സങ്കടകരമായൊരവസ്ഥയാണത്. ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്നതാണ് സത്യം. നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ കാണാം, മക്കൾ മികച്ച വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി വിദേശ രാജ്യങ്ങളിലേക്കോ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ പോകുമ്പോൾ നാട്ടിലെ വലിയ വീടുകളിൽ തനിച്ചാകുന്ന മാതാപിതാക്കളുടെ ഒരു വലിയ കൂട്ടമെന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ സാമൂഹിക മാറ്റം തന്നെയാണ്. ഇന്ന് നമ്മുടെ ചർച്ചയുടെ പ്രധാന ഉറവിടം ഗ്ലോബൽ സിസ്റ്റേഴ്സ് റിപ്പോർട്ടിൽ ജോർജ് കൊമ്മറ്റം എഴുതിയ വളരെ ഹൃദയസ്പർശിയായ ഒരു ലേഖനമാണ്. അതെ, കോഴിക്കോട് ജില്ലയിലെ കല്ലാനോടെന്ന ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ചെറിയ എന്നാൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ കത്തോലിക്ക സന്യാസിനിമാർ, അതായത് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് നാസറത്ത് നടത്തുന്ന ആശാനിലയം പകൽവീട് എന്ന സംരംഭമാണ് ഇതിലെ പ്രധാന വിഷയം. ശരിക്കും ഈ ആശാനിലയം നടവൊരു പകൽവീട് മാത്രമല്ല കേട്ടോ. പ്രായമായവർക്ക് അതൊരു രണ്ടാം ബാലവാടി അല്ലെങ്കിൽ രണ്ടാമതൊരു കിൻഡർ ഗാർഡനായി മാറുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഈ വിഷയം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ചില കണക്കുകൾ നോക്കുന്നത് നന്നായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 2023 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം ഏകദേശം 2.2 ദശലക്ഷം, അതായത് 22 ലക്ഷം മലയാളികളാണ് വിദേശത്ത് താമസിക്കുന്നത്. 22 ലക്ഷം! ഒരു വലിയ നഗരം മുഴുവൻ കാലിയാകുന്നതിന് തുല്യമാണിത്. ആ കണക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടാകും. ഇതിന്റെ ബാക്കിപത്രം എന്താണെന്ന് കൂടി നമ്മൾ അറിയണം. തീർച്ചയായും. എന്താ പറയാ, ഈ കണക്കുകൾ നമ്മളെ ശരിക്കും ഭയപ്പെടുത്തുന്നതാണ്. അതായത് നമ്മുടെ ജനസംഖ്യയുടെ 22.8% ആളുകളും വയോധികരായിരിക്കും. അതെ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ വളരെ വേഗത്തിലാണ് കേരളം വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നത്. മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ കാരണം ആയുർദൈർഘ്യം കൂടിയതും യുവതലമുറ കൂട്ടത്തോടെ വിദേശത്തേക്ക് പോകുന്നതുമൊക്കെ ഇതിന് കാരണമാണ്. പക്ഷേ ഇത് ബാക്കി വെക്കുന്ന ഒരു ചോദ്യമുണ്ട്. വീടുകളിൽ ഈ പ്രായമായവരെ നോക്കാൻ ആരുണ്ട്? അവിടെയാണ് ആ ലേഖനത്തിൽ പറയുന്ന ചില പ്രാദേശിക കണക്കുകൾ നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്നത്. കല്ലാനോട് ഇടവകയുടെ കാര്യം തന്നെ നോക്കാം. വെറും 500 കുടുംബങ്ങളുള്ള ഒരു ഗ്രാമമാണത്. അതിൽ 200ലും പ്രായമായ മാതാപിതാക്കൾ തനിച്ചാണ് താമസിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ഗ്രാമത്തിലെ പകുതിയോളം വീടുകളിലും പ്രായമായവർ മാത്രം. ശരിക്കും താമരശ്ശേരി രൂപതയുടെ കണക്കുകൾ ഇതിലും ഗൗരവമുള്ളതാണ്. അവിടെയുള്ള 30% കത്തോലിക്ക യുവാക്കളും ഏകദേശം 23ഓളം വ്യത്യസ്ത വിദേശ രാജ്യങ്ങളിലാണ് ജീവിക്കുന്നത്. ഈ യുവതലമുറ അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ നാട്ടിലെ വീടുകളിൽ അവശേഷിക്കുന്നത് വലിയൊരു നിശബ്ദതയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകനായ KF ജോർജ് ഇതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അവർ അവസരങ്ങൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും ഇടയിൽ പെട്ടുപോയിരിക്കുകയാണ്. അതെ, അവർക്ക് നാട് വിട്ടേ മതിയാവൂ. സ്വന്തം കാലിൽ നിൽക്കാൻ അതവർക്ക് ആവശ്യമാണ്. അതേസമയം പ്രായമായ മാതാപിതാക്കൾക്ക് മക്കൾക്കൊരു ഭാരമാകാൻ ഒട്ടും താൽപ്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഏകാന്തത എന്നത് ആരും പുറത്തു പറയാത്ത, എന്നാൽ എല്ലാവരും ഉള്ളിൽ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായി മാറുന്നു. പലപ്പോഴും ഫോൺ കോളുകളിലോ വീഡിയോ കോളുകളിലോ ഒതുങ്ങുന്നതായി മാറുന്നു അവരുടെ ബന്ധങ്ങൾ. ആ കോൾ കട്ട് ചെയ്താൻ പിന്നെ വീണ്ടും ആ വലിയ വീട്ടിലെ ശൂന്യതയിലേക്കാണ് അവരെ മടങ്ങുന്നത്. ഈയൊരു സാഹചര്യത്തിലേക്കാണ് കല്ലാനോട്ടെ ആ വലിയ മാറ്റം കടന്നുവരുന്നത്. അതെ, 2014 സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് നസറത്ത് എന്ന സന്യാസ സമൂഹത്തിലെ സിസ്റ്റേഴ്സ്മാർ താമരശ്ശേരി രൂപതയുടെ ക്ഷണപ്രകാരം കല്ലാനോടെത്തുന്നു. അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. അവിടെ ഒരു ക്ലിനിക്കോ അല്ലെങ്കിൽ ഒരു സ്കൂളോ തുടങ്ങുക. പക്ഷേ അവിടെ ചെന്ന ആളുകളെ കണ്ടപ്പോ, വീടുകൾ സന്ദർശിച്ചപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായി. അവിടത്തെ യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമായിരുന്നില്ല, മറിച്ച് ഈ പറഞ്ഞ ഏകാന്തതയായിരുന്നു. അവിടെയാണ് ആ സിസ്റ്റർമാരുടെ ദീർഘവീക്ഷണം നമ്മൾ കാണേണ്ടത്. ഈ പകൽവീട് ആരംഭിച്ചവരിൽ ഒരാളായ 79 വയസ്സുകാരി സിസ്റ്റർ ഷീല പാലമൂട്ടിൽ ഗ്ലോബൽ സിസ്റ്റേഴ്സ് റിപ്പോർട്ടിനോട് പറയുന്നൊരു കാര്യമുണ്ട്. അവർ വീടുകൾ സന്ദർശിച്ചപ്പോൾ കണ്ട കാഴ്ച വളരെ സങ്കടകരമായിരുന്നു. ഈ പ്രായമായ ആളുകൾ അവരുടെ രോഗങ്ങളും സങ്കടങ്ങളും വീട്ടുജോലികളുമെല്ലാം തനിച്ചാണ് കൈകാര്യം ചെയ്തിരുന്നതല്ലേ?
അതെ, അവർക്കൊത്തുചേരാൻ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരിടവുമില്ലായിരുന്നു. വാസ്തവത്തിൽ ഒറ്റപ്പെടൽ എന്നത് അവരുടെ ഒരു ജീവിത രീതിയായി തന്നെ മാറിയിരുന്നു. ഇതൊരു വലിയ തിരിച്ചറിവായിരുന്നു അവർക്ക്. ഒരു പുതിയ ക്ലിനിക്ക് തുടങ്ങുന്നതിനേക്കാൾ അവിടുത്തെ മനുഷ്യർക്കാവശ്യം സംസാരിക്കാൻ ഒരാളെയായിരുന്നു. ശരിയാണ്. ഏകാന്തത ഒരു വലിയ അസുഖം തന്നെയാണല്ലോ. അങ്ങനെ ആ തിരിച്ചറിവിൽ നിന്നാണ് അവർ ഒരു പുതിയ തുടക്കമിടുന്നത്. 2018-ൽ ഇടവക ഹാളിൽ പ്രായമായവർക്കായി ഒരു മാസത്തിലൊരിക്കൽ അവർ കൂട്ടായ്മകൾ ആരംഭിച്ചു. തുടക്കത്തിൽ കുറച്ചാളുകൾ മാത്രം വന്നിരുന്ന പരിപാടിയിലേക്ക് പതുക്കെ കൂടുതൽ പേർ വരാൻ തുടങ്ങി. ആളുകൾ കൂടുതൽ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം എത്രത്തോളം വലുതാണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലാകുന്നത്. അങ്ങനെ ആ മാസക്കൂട്ടായ്മ പോരാ, ഇവർക്ക് ദിവസവും ഒത്തുകൂടാൻ ഒരു ഇടം വേണമെന്ന് അവർ തീരുമാനിച്ചു. 2023 ഏപ്രിലിൽ പള്ളിയിലച്ചന്റെ കൂടി സഹകരണത്തോടെ തങ്ങളുടെ കോൺവെന്റിന്റെ ഒരു ഭാഗം തന്നെ അവർ പ്രായമായവർക്കായി ഒരു പകൽ വീടാക്കി മാറ്റി. അങ്ങനെയാണ് ആശാനിലയം പകൽ വീട് ജനിക്കുന്നത്. ഈ പകൽവീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ സേവനം പൂർണ്ണമായും സൗജന്യമാണ് എന്നതാണ്. പണം ഇതിനൊരു തടസ്സമാകരുത് എന്ന വലിയ നിർബന്ധം അവർക്കുണ്ടായിരുന്നു. കോൺവെന്റ് സുപ്പീരിയറും ഈ കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ ഡയറക്ടറുമായ സിസ്റ്റർ ആനിസ് വട്ടുകുളത്തിന്റെ നിലപാട് ഇവിടെ വളരെ പ്രസക്തമാണ്. അവിടെ വരുന്ന മിക്കവരും ഒന്നുകിൽ ചെറിയ പെൻഷൻ വാങ്ങുന്നവരോ അല്ലെങ്കിൽ വിദേശത്തുള്ള മക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നവരോ ആണ്. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ഈ സ്നേഹവും കരുതലും നിഷേധിക്കപ്പെടരുത് എന്ന് അവർ തീരുമാനിച്ചു. നിലവിൽ 70 വയസ്സിന് മുകളിലുള്ള 18 പേരെയാണ് ഈ പകൽ വീട്ടിൽ അവർ സംരക്ഷിക്കുന്നത്. സിസ്റ്റർ ആനിസിനൊപ്പം സിസ്റ്റർമാരായ നിഷ ഗ്രേസി, ആൻ എന്നിവരാണ് ഇവർക്ക് വേണ്ട പരിചരണവും മുഴുവൻ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടത്. ഈ പകൽ വീട്ടിലെ ഒരു ദിവസത്തെ ദിനചര്യ. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് ഇതിന്റെ പ്രവർത്തന സമയം. അവിടെ ചെന്നാൽ ഇവർ വെറുതെ ഇരുന്ന് ബോറടിക്കുകയാണെന്ന് കരുതരുത്. തീർച്ചയായുമല്ല. രാവിലെ പരസ്പരം സംസാരിച്ചും കഥകൾ പങ്കുവച്ചും ജപമാല അർപ്പിച്ചും ഒക്കെയാണ് ദിവസം തുടങ്ങുന്നത്. പിന്നെ ലഘുവായ യോഗയും സ്ട്രെച്ചിങ്ങുമൊക്കെയുണ്ട്. പിന്നെ വീഡിയോകൾ കാണും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഏറ്റവും രസകരമായ കാര്യം ഉച്ചതിരിഞ്ഞുള്ള സമയമാണ്. അവർ കാരംസും റമ്മിയുമൊക്കെ കളിച്ച് സമയം ചെലവഴിക്കുന്നു. നമ്മൾ ചിന്തിക്കും ഈ പ്രായത്തിൽ ഇതൊരു ചെറിയ കാര്യമല്ലേ എന്ന്. പക്ഷേ ഒരു 70-80 വയസ്സുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് കാരംസ് കളിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു വൈബ്, അതവരുടെ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. ഉറപ്പായും അതൊരു ചെറിയ കാര്യമല്ല. പ്രായമായ ആളുകൾ ഒരുമിച്ചിരുന്ന് റമ്മിയോ കാരംസോ കളിക്കുമ്പോഴുണ്ടാകുന്ന ആ തർക്കങ്ങളും പൊട്ടിച്ചിരികളും ആ ഒരു വാശിയുമൊക്കെ അവരുടെ മാനസികാരോഗ്യത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന് അവിടെയുള്ള നേഴ്സായ സിന്ധു ഇളമ്പശ്ശേരി കൃത്യമായി പറയുന്നുണ്ട്. ചിരി അവരുടെ ആരോഗ്യത്തെ തന്നെ മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റുള്ളവരോടൊപ്പം ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്നത് അവർക്ക് പുതിയൊരു ഊർജം നൽകുന്നുവെന്നാണ് ഈ പകൽ വീടിന്റെ കോർഡിനേറ്ററായ 47-കാരി നിമ്മി പോതിയേട്ടിൽ പറയുന്നത്. നിമ്മി പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇത് അവർക്ക് അവരുടെ 2ാമത്തെ കിൻഡർഗാർട്ടൻ ആണ് എന്ന്. നമ്മളൊക്കെ കുട്ടികളെ പ്ലേ സ്കൂളിൽ വിടാറില്ലേ? അതുപോലെ പ്രായമായവർക്ക് അവരുടെ കുട്ടിക്കാലത്തേക്ക് മടങ്ങാൻ ഒരു ടെൻഷനുമില്ലാതെ കൂട്ടുകാരോടൊപ്പം കഴിക്കാൻ കിട്ടുന്നൊരിടം. കിൻഡർഗാർട്ടൻ എന്ന പ്രയോഗം വളരെ കൃത്യമാണ്. ഈ ലേഖനത്തിൽ പറയുന്ന ഗ്രേസി അരിമറ്റം എന്ന അമ്മയുടെ കാര്യം കേട്ടാൽ ശരിക്കും നമുക്കത് മനസ്സിലാകും. 70 വയസ്സുള്ളൊരു ക്യാൻസർ രോഗിയാണവർ. അവർക്ക് 3 മക്കളാണ്. എല്ലാവരും ദുബായിൽ ജോലി ചെയ്യുന്നു. ഈ പകൽ വീട് തുടങ്ങുന്നതിനു മുൻപ് അവരുടെ പകലുകൾ വളരെ നീണ്ടതും നിശബ്ദവുമായിരുന്നു. മക്കൾ ചിലപ്പോൾ ദുബായിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ആ വലിയ വീട്ടിൽ ഒരു ശബ്ദവുമില്ല. ഒരുപക്ഷെ നമ്മൾ പലർക്കും അറിയാവുന്ന ഒരവസ്ഥയാണിത്. എന്നാൽ ഇപ്പോൾ അവരുടെ ദിനചര്യ ആകെ മാറി. രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നൊരു കുട്ടിയെപ്പോലെയാണ് ഗ്രേസി ദിവസവും വസ്ത്രങ്ങളൊക്കെ മാറി ബാഗുമെടുത്ത് പകൽ വീട്ടിലേക്ക് പോകുന്നത്. ഭർത്താവ് ജേക്കബ് വീട്ടിൽ തന്നെ നിൽക്കുമ്പോഴും ഗ്രേസിക്ക് ആ പകൽ വീട്ടിലേക്ക് പോകണം. തന്റെ ഏകാന്തത മറക്കാൻ രാവിലെ അങ്ങോട്ട് പോകണമെന്ന് മാത്രമാണ് അവർക്കിപ്പോൾ ചിന്ത. അതൊരു വലിയ മാറ്റമല്ലേ? വലിയ മാറ്റം തന്നെയാണ്. സ്വന്തം വീട്ടിലെ ആ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്നതിന്റെ തെളിവാണത്. ഗ്രേസിയെപ്പോലെ തന്നെ മറ്റു ചിലരുടെ അനുഭവങ്ങളും ഇതിലുണ്ട്. അതെ, 71-കാരനായ മാത്യു തണ്ണിക്കാപ്പാറ എന്നൊരാൾ പറയുന്നത് ശ്രദ്ധിക്കുക.
തനിച്ചായിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ വളരെ വലുതായി തോന്നും. എന്നാൽ നമ്മൾ ഒന്നിക്കുമ്പോൾ ആ ആശങ്കകളെല്ലാം ഇല്ലാതാകും. വളരെ ലളിതമായ വാചകമാണെങ്കിലും അതിലൊരു വലിയ മനഃശാസ്ത്രമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മുടെ ചെറിയ അസുഖങ്ങളും സങ്കടങ്ങളുമൊക്കെ നമുക്കൊരു വലിയ പർവ്വതം പോലെ തോന്നും. പക്ഷെ സമാനമായ പ്രായമുള്ളവരുമായി സംസാരിക്കുമ്പോൾ, അവരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ അത് നമ്മൾ മറന്നുപോകും. ശരിയാണ്. ആദ്യമൊക്കെ ഈ പകൽ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും വളരെ നിശബ്ദരായിരുന്നുവെന്നും എന്നാൽ പിന്നീട് പെട്ടെന്ന് തന്നെ അവർ തങ്ങളുടെ സങ്കടങ്ങളെല്ലാം മറന്ന് ആക്റ്റീവായി എന്നും സിസ്റ്റർ ഷീല ഓർക്കുന്നുണ്ട്. അതെ, 83കാരനായ മുൻ ബാങ്കർ മാത്യു മുണ്ടയാനയുടെ മാറ്റവും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ആ പകൽ വീട്ടിൽ വെച്ച് പഠിച്ച കവിതകളും പാട്ടുകളും എല്ലാവർക്കും പാടിക്കൊടുക്കുന്നു. ആ സ്ഥലം തന്നെ അദ്ദേഹത്തിന് വീണ്ടും ജീവിക്കാൻ വലിയൊരു പ്രേരണ നൽകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ 76 വയസ്സുകാരനായ ജോണി കാരക്കാട്ട്, അദ്ദേഹം ഒരു പഴയ ടാക്സി ഡ്രൈവറാണ്. ജീവിതകാലം മുഴുവൻ ആളുകളോട് സംസാരിച്ച് ബഹളങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളാണ് ടാക്സി ഡ്രൈവർ. പെട്ടെന്ന് റിട്ടയർ ചെയ്ത് വീട്ടിൽ ഒറ്റയ്ക്കാകുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹം പറയുന്നത്, മുൻപ് അപൂർവമായി മാത്രം ചിരിച്ചിരുന്ന തന്റെ ജീവിതത്തിലെ ഇപ്പോൾ ചിരി ഒരു ദിനചര്യയായി മാറിയിരിക്കുന്നു എന്നാണ്. ചിരിക്കാൻ വേണ്ടി മാത്രം ദിവസവും ഒരു സ്ഥലത്ത് പോവുക, കൂട്ടുകാരെ കാണുക, വെറുമൊരു ക്യാരംസ് ബോർഡും കുറച്ചു കൂട്ടുകാരും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇത്രത്തോളം വെളിച്ചം കൊണ്ടുവരുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലല്ലോ. നമ്മൾ തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അവർക്ക് പരസ്പരം സംവദിക്കേണ്ടതുണ്ട്. എന്നാൽ ഈയൊരു സാഹചര്യത്തിൽ നമ്മൾ മറ്റൊരു വശം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത്, ഈ പകൽ വീടുകൾ മാത്രം മതിയോ എന്നതാണോ? അതെ, ഇത്തരം പകൽ വീടുകൾ നൽകുന്ന ആശ്വാസം വളരെ വലുതാണെങ്കിലും കേരളം നേരിടുന്ന ഈ വലിയ സാമൂഹിക പ്രതിസന്ധിയെ മറികടക്കാൻ ഇത് മാത്രം മതിയോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എല്ലാ സ്രോതസ്സുകളിൽ നിന്നുമുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും നമ്മൾ വിലയിരുത്തണമല്ലോ. ശരിയാണ്, നമ്മൾ ഇതിന്റെ എല്ലാ വശങ്ങളും കാണണം. മറ്റൊരു കാഴ്ചപ്പാട് കൂടി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. താമരശ്ശേരി രൂപതയുടെ അൽഫോൺസ പാലിയേറ്റീവ് ആൻഡ് ജെറിയാട്രിക് കെയർ ഡയറക്ടറായ ഫാദർ മാത്യു കുളത്തിങ്കൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് കേരളത്തിൽ മുഴുവൻ സമയം വൃദ്ധസദനങ്ങളുടെ, അതായത് നഴ്സിംഗ് ഹോമുകളുടെ ആവശ്യകത ഇപ്പോൾ വളരെ വലുതാണ്. ഈ പകൽ വീടുകൾ നല്ലത് തന്നെയാണ്. എന്നാൽ ശാരീരികമായി തീരെ വയ്യാത്ത പൂർണ്ണസമയ പരിചരണം ആവശ്യമുള്ള പ്രായമായ ആളുകൾ നിരവധിയുണ്ട്. അവരാരംഭിച്ച ഒരു പുതിയ പ്രോജക്റ്റിൽ പണി തീരുന്നതിന് മുൻപ് തന്നെ ആളുകൾ മുഴുവനായി ബുക്ക് ചെയ്തു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ വലിപ്പം എത്രത്തോളമാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എക്സാക്ട്ലി. അവിടെയാണ് നമ്മളൊരു സന്തുലിതമായ, അതായത് ബാലൻസ്ഡ് ആയ ഒരു അപ്രോച്ച് കൊണ്ടുവരേണ്ടത്. ഈ രണ്ടു കാര്യങ്ങളും ഒരുപോലെ ആവശ്യമാണ്. മാതാപിതാക്കളെ സ്വന്തം വീടുകളിൽ നിന്ന് മാറ്റാതെ തന്നെ അവർക്ക് സാമൂഹിക ഇടപെടലുകൾക്ക് അവസരമൊരുക്കുന്ന പകൽ വീടുകൾ തീർച്ചയായും വേണം. സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവർക്കും എന്നാൽ മാനസികമായി പിന്തുണ ആവശ്യമുള്ളവർക്കും ഈ പകൽ വീടുകൾ വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ആരോഗ്യപരമായി തീരെ വയ്യാത്തവർക്ക് അല്ലെങ്കിൽ 24 മണിക്കൂറും മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് മികച്ച സൗകര്യങ്ങളുള്ള വൃദ്ധസദനങ്ങളും കേരളത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇത് രണ്ടും പരസ്പരം ചേർന്ന് നിൽക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്തു നോക്കാം. പുതിയ അവസരങ്ങളും മെച്ചപ്പെട്ട ജീവിതവും തേടിയുള്ള ഈ വലിയ കുടിയേറ്റം കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ വളർത്തുന്നുണ്ട്. നല്ല വീടുകളുണ്ടാകുന്നു, ജീവിത നിലവാരം ഉയരുന്നു. പക്ഷേ അത് നമ്മുടെ കുടുംബങ്ങളിൽ സൃഷ്ടിക്കുന്ന വലിയൊരു വിടവ്, ഒരു സാമൂഹിക പ്രതിസന്ധി നമ്മൾ ഈ ഡീപ് ഡൈവിലൂടെ കണ്ടു. എന്നാൽ ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ കല്ലാനോട്ടെ ഈ സിസ്റ്റർമാരുടെ സംരംഭം നമുക്ക് കാണിച്ചു തരുന്നത് വളരെ വലിയൊരു പാഠമാണ്. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടിങ്ങോ വലിയ ടെക്നോളജിയോ ഒന്നുമില്ലാതെ തന്നെ ഒരു സമൂഹത്തിന് എങ്ങനെ പരസ്പരം താങ്ങാകാൻ കഴിയും എന്നതാണ് അവർ തെളിയിക്കുന്നത്. തീർച്ചയായും ആ പകൽ വീട്ടിൽ വലിയ ആഡംബരങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ കണ്ടു. കുറച്ച് കസേരകൾ, ഒരു ക്യാരംസ് ബോർഡ്, ഒരുമിച്ച് കഴിക്കാൻ കുറച്ച് ഭക്ഷണം, പിന്നെ അവർക്ക് പരസ്പരം നൽകാൻ ഒരുപാട് സ്നേഹവും. അത്രയുള്ളൂ. ഇതൊരു വലിയ മാതൃകയാണ്. നമ്മുടെ നാട്ടിലെ മറ്റിടവകകൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ക്ലബ്ബുകൾക്കുമെല്ലാം എളുപ്പത്തിൽ മാതൃകയാക്കാവുന്ന ഒന്ന്. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കല്ലാനോട്ട് വന്ന് ഈ സിസ്റ്റർമാർ ചെയ്യുന്നത് കണ്ടുപഠിക്കുന്നുണ്ട് എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. കാരണം ഇത് വളരെ പ്രായോഗികവും മനുഷ്യത്വപരവുമായൊരു ഇടപെടലാണ്. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും ഇന്ന് ഒരേ പ്രശ്നമാണ് നേരിടുന്നത്. അതുകൊണ്ടുതന്നെ ഇത്തരം പകൽ വീടുകൾ എല്ലായിടത്തും ഉണ്ടാകേണ്ടതുണ്ട്.
എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ഗ്രേസി അരിമറ്റത്തെയും ജോണിയെയും പോലുള്ളവരുടെ വാക്കുകളിലാണുള്ളത്. ഒരുമിച്ചുള്ളൊരു പൊട്ടിച്ചിരിക്കും കുറച്ചു സമയത്തെ വർത്തമാനങ്ങൾക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എത്രത്തോളം പ്രത്യാശ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അവരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രേസിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും ഉള്ളിലൊരു വിങ്ങലാണ് അനുഭവപ്പെടുന്നത്. മുൻപ് സമയം പോകാൻ വേണ്ടി കാത്തിരുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ സമയം പോകുന്നതേ അറിയില്ല എന്നാണ് അവർ പറയുന്നത്. മരണത്തെയും ഏകാന്തതയെയും കാത്തിരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതം വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു വിജയം ഈ സംരംഭത്തിന് വേറെന്തു വേണം? ആ വാക്കുകൾ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ ഈ ഡീപ്പ് ഡൈവ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം വീടിനെയോ നിങ്ങളുടെ മാതാപിതാക്കളെയോ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം. നമ്മൾ പുതിയ അവസരങ്ങൾ തേടി പോകുമ്പോൾ, വിദേശത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജോലി തിരക്കുകളിൽ മുഴുകുമ്പോൾ പിന്നിൽ തനിച്ചാകുന്നവർക്ക് ഇതുപോലുള്ള സന്തോഷങ്ങൾ നൽകാൻ നമുക്കെങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് കേവലം വിദേശത്ത് പോകുന്നവരുടെ മാത്രം പ്രശ്നമല്ല. നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പോലും പ്രായമായവർ അനുഭവിക്കുന്ന ഒരു ഏകാന്തതയുണ്ട്. അവർക്ക് സംസാരിക്കാൻ ഒരിടമൊരുക്കി കൊടുക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അത് വളരെ കൃത്യമായ ഒരു പോയിന്റാണ്. നമ്മളൊക്കെ തിരക്കിലാകുമ്പോൾ അവരെ കേൾക്കാൻ ആരെങ്കിലും വേണം. ഈ ഒരു ഡീപ്പ് ഡൈവ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഓരോരുത്തർക്കുമായി ഞാനൊരു ചോദ്യം നൽകുകയാണ്. ഉൽപ്പാദനക്ഷമതയ്ക്കും, അതായത് പ്രൊഡക്ടിവിറ്റിക്കും യുവത്വത്തിനും മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമായി നമ്മൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഓടണം, സമ്പാദിക്കണം. എന്നാൽ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ യഥാർത്ഥ വിജയമളക്കേണ്ടത് അതിന്റെ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് എത്രത്തോളം സമാധാനത്തോടെ കൂട്ടായ്മയോടെ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ കഴിയുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും ചിന്തിക്കേണ്ട ഒന്നാണിത്. ഈ ചോദ്യം നിങ്ങളിൽ പുതിയ ചില ചിന്തകൾക്ക് വഴിയൊരുക്കട്ടെയെന്നും നമുക്ക് ചുറ്റുമുള്ള പ്രായമായവർക്ക് ഒരു പുഞ്ചിരിയെങ്കിലും സമ്മാനിക്കാൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കട്ടെ എന്നും ആശംസിക്കുന്നു. മറ്റൊരു മികച്ച വിഷയവുമായി അടുത്ത ഡീപ്പ് ഡൈവിൽ നമുക്ക് വീണ്ടും കാണാം. എപ്പോഴും ഓർക്കുക, നിങ്ങളെ തേടി അറിവുകൾ ഇനിയുമെത്തും. ഗുഡ് ബൈ.